പരമാത്മാ പാദപത്മീ അഭയം തേടുന്നടിയൻ അറിവു കേടൊഴിവാക്കി അറിവെന്നിൽ തരേണമേ. പരമാത്മാ പാദപത്മീ അഭയം തേടുന്നടിയൻ അറിവു കേടൊഴിവാക്കി അറിവെന്നിൽ തരേണമേ. കര കാണാ കടലാകും കഷ്ടമാം ലോകവാഴ്ച ജ്ഞാനമാം തോണി തന്നിൽ കർമ്മം ചെയ്തടുക്കേണം. കര കാണാ കടലാകും കഷ്ടമാം ലോകവാഴ്ച ജ്ഞാനമാം തോണി തന്നിൽ കർമ്മം ചെയ്തടുക്കേണം. നിത്യാനന്ദരാജ്യത്തിൽ ഒത്തുചേർന്നു വസിപ്പാൻ നിത്യാനന്ദരാജ്യത്തിൽ ഒത്തുചേർന്നു വസിപ്പാൻ സിദ്ധിക്കുന്ന ആത്മഗുണം നഷ്ടമാക്കിയിടല്ലേ. പരമാത്മാ പാദപത്മീ അഭയം തേടുന്നടിയൻ അറിവു കേടൊഴിവാക്കി അറിവെന്നിൽ തരേണമേ. നഷ്ടമില്ലാതെയുള്ള നല്ല ജന്മമാണിത്. കർമ്മദോഷങ്ങൾ കൊണ്ട് നഷ്ടമായി കളയരുതേ. നഷ്ടമില്ലാതെയുള്ള നല്ല ജന്മമാണിത്. കർമ്മദോഷങ്ങൾ കൊണ്ട് നഷ്ടമായി കളയരുതേ. ഇഷ്ടം പറഞ്ഞിടുന്ന ബന്ധുക്കളാരും തന്നെ ഇഷ്ടം പറഞ്ഞിടുന്ന ബന്ധുക്കളാരും തന്നെ കഷ്ടകാലത്തു നമ്മൾ കുറ്റവരാകയില്ല. പരമാത്മാ പാദപത്മീ അഭയം തേടുന്നടിയൻ അറിവു കേടൊഴിവാക്കി അറിവെന്നിൽ തരേണമേ. പരിശുദ്ധപരനെ സ്തുതിച്ചിടുന്നേ. പരമാനന്ദം തരുന്നോനെ സ്തുതിച്ചിടുന്നേ. പരിശുദ്ധ
പാപഭാരങ്ങളെ ഒഴിച്ചിടുവാൻ ഈ പാരിടത്തിൽ വന്ന പരാവരനെ. പാപഭാരങ്ങളെ ഒഴിച്ചിടുവാൻ ഈ പാരിടത്തിൽ വന്ന പരാവരനെ. പരന്മാരെ സ്തുതിക്കുന്ന പരമാത്മാവേ, പരിശുദ്ധരിൽ വാഴുന്ന പരമാത്മാവേ. പരന്മാരെ സ്തുതിക്കുന്ന പരമാത്മാവേ, പരിശുദ്ധരിൽ വാഴുന്ന പരമാത്മാവേ. പരന്മാരെ സ്തുതിക്കുന്ന പരമാത്മാവേ, പരിശുദ്ധരിൽ വാഴുന്ന പരമാത്മാവേ. പരിശുദ്ധ പരനെ സർവരക്ഷകനാകുന്ന സർവാന്തര്യാമിയാകുന്ന സർവലോകേശ്വരന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ ഇപ്രകാരം ഒരു ജന്മനക്ഷത്ര സ്തുതി ഈശ്വരനാൽ നിയോഗിച്ച് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത് മർത്യജന്മങ്ങളുടെ മഹാഭാഗ്യമാണ്. ലോകത്തിൽ വിവിധ വിധത്തിലുള്ള ആഘോഷ പരിപാടികൾ കൊണ്ട് കോടിക്കണക്കിന് രൂപ നശിപ്പിക്കുകയും അന്യോന്യം ശത്രുത തീർക്കുവാൻ വേണ്ടി ഉത്സവങ്ങൾ ഉപയോഗിക്കുകയും അനേകം അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും അനാശാസ്യമായ പല പരിപാടികളിൽ ബന്ധപ്പെടുകയും ചെയ്യുന്ന ഈ കാലയളവിൽ ആ പരിശുദ്ധവരനാകുന്ന പരമാത്മാവിന്റെ തിരുനാമം സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു ഉത്സവം ആഘോഷിക്കുവാൻ ദൈവം തന്ന മഹാകാരുണ്യമാണ് ഇതെന്ന് പരിപൂർണമായി സമ്മതിക്കുന്നവരെന്ന് കൈയുയർത്തുക. ഇപ്പോൾ ഉന്നതനും ഉടമസ്ഥനാകുന്ന ദൈവത്തെ പ്രകാരം സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഭക്തഹൃദയങ്ങൾക്ക് തന്ന അനുവാദമാണ് ഈ ജന്മനക്ഷത്ര സ്തുതി. അപ്പൊ അത് പരിപൂർണമായും അനുഭവത്തിലാക്കേണ്ടത് ഭക്തജനങ്ങളുടെ കടമയാണ്. എല്ലാം ഏത് വിധത്തിൽ എന്തെല്ലാം ഒരുക്കപ്പെടണോ അതെല്ലാം ഒരുക്കണം. ഏതെല്ലാം വിധത്തിൽ നടത്തപ്പെടണോ ആ വിധത്തിലെല്ലാം നടത്തണം. ആ വലിയ വലിയ വില കൂടിയ കുറെ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചത് കൊണ്ടോ അത് സമർപ്പിച്ചു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞതുകൊണ്ടോ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി നേർച്ചകൾ സമർപ്പിക്കുകയോ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയേശൻ ഹൃദയത്തിൽ എഴുന്നള്ളിടും.
അഖിലേശ്വരന്റെ എഴുന്നള്ളത്ത് അത് ഏത് പ്രകാരത്തിലും ആനന്ദാനുഭവമാണ് ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാക്കുക. ഹൃദയത്തിൽ അനുഭവം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ വേഗത്തിൽ അങ്ങ് പറയാൻ കഴിയും. അത് അങ്ങനെ ആയി തീരണമെങ്കിൽ എന്തെല്ലാം ഒരുക്കപ്പെട്ടെങ്കിലാണ് സാധിക്കുക. ഒരാൾ ആനന്ദത്തിലേക്ക് എത്തുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പലവിധ കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ അതിന് തടസ്സമായി നിൽക്കും. ആദ്യം തടസ്സമായി നിൽക്കുന്ന അവരവരിലുള്ള ആലസ്യമാണ്. മടി പിടിച്ചിരിക്കുക, പലതിൽ നിന്ന് പുറകോട്ട് മാറാൻ ശ്രമിക്കുക, വേണ്ടതിനെ ഗ്രഹിക്കാതിരിക്കുക, വേണ്ടതുപോലെ കർമ്മിക്കാതിരിക്കുക. അങ്ങനെ ആലസ്യം പിടിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും ആനന്ദത്തിൽ എത്തുവാൻ കഴിയില്ല. പിന്നീട് വരുന്നത് ചില രോഗങ്ങളാണ്. ആ രോഗാവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ രോഗശമനത്തിന് വേണ്ടിയുള്ള ശ്രദ്ധയും ഓർമ്മയും ഒക്കെ ആയി കഴിയുമ്പോൾ വേണ്ട വിധത്തിൽ ഈ ആനന്ദത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയാതെ വരും. ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. തടസ്സങ്ങളായി വരുന്ന പല കാര്യങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെ എല്ലാം മാറ്റി ഒരു ആത്മാവിൽ ആനന്ദം ഈശ്വരൻ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വിലപിടിപ്പുള്ളതാണ്, എത്രത്തോളം വില മതിക്കാനാവാത്തതാണ് എന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഈശ്വരൻ ഒരുക്കിയിരിക്കുന്ന ഈ മഹാകാരുണ്യാവസ്ഥയുടെ വില മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയേശൻ ഹൃദയത്തിൽ എഴുന്നള്ളിടും. അഷ്ടാഹങ്കാരാദികളുടെ കയ്യിൽ പിടിപെടാതെ ഉന്നതമാകുന്ന ഈ ആദർശത്തെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് ഉന്നതമായ ആദർശത്തിന്റെ വക്താക്കളായി നിന്ന് പ്രവർത്തിക്കുവാൻ ആ പ്രവർത്തന ഫലമായി ആദർശം സ്വന്തം രൂപമായ ആത്മാവിൽ ദൃശ്യമാകുവാൻ ആത്മാവിൽ ദൃശ്യമാകുവാൻ ആത്മനാഥൻ കരുതിയിരിക്കുന്ന ഈ സുവർണാവസരം ഒരിക്കലും ആരും നഷ്ടമാക്കരുത്. അതുകൊണ്ട് എപ്പോഴും വളരെ ശ്രദ്ധയോടും ഓർമ്മയോടും കൂടി ഈ നിയമകാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. വളരെ ഓർമ്മയോടും ശ്രദ്ധയോടും കൂടി ഈ നിയമകാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധയോടും പ്രവർത്തിച്ചു കൊള്ളുക. ഈ പ്രവർത്തനമാണ് നമുക്ക് ഫലം തരുന്നത്. പ്രവർത്തിക്കാതെ ഫലം ആർക്കും ലഭിക്കുകയില്ല. കർമ്മഫലമാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. ഓരോ കർമ്മഫലം അനുഭവമാകുമ്പോൾ സുഖമാണെങ്കിൽ അവരുടേതെന്നും ദുഃഖമാണെങ്കിൽ മറ്റാരുടെയെങ്കിലും ആണെന്നും ചിന്തിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ ലോകത്തിലുണ്ട്. ഇന്നാർ ഇന്നതുപോലെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖം വന്നത്, ഇന്നാർ ഇന്നതുപോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് എനിക്ക് രോഗം വന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രവണത ലോകത്തിലുണ്ട്. അതല്ല, അവരവരുടെ കർമ്മഫലം മാത്രമാണ് ഓരോരുത്തരിലും എത്തിച്ചേരുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർത്തുകൊള്ളുക. എന്തിൽ നിന്ന് ദുഃഖം വരട്ടെ, ഏത് പ്രകാരത്തിലും ദുഃഖം വരട്ടെ, ഇതെല്ലാം എന്റെ കർമ്മഫലമാണെന്ന് ചിന്തിച്ചറിയുവാൻ ഒരാളിന് സാധ്യമായാൽ പിന്നീട് ദുഃഖം വരുന്നതിനുള്ള കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാനുള്ള അറിവ് ലഭിക്കും. എന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാനുള്ള അറിവ് ലഭിക്കും. അങ്ങനെ അറിവിൽ കൂടി അനുസരണയിൽ കൂടി ആത്മലോകത്തെ സൽഫലത്തിന് അവകാശികളാക്കി തീർക്കുവാൻ സദ്ഗുരുവായി വന്നു വാഴുന്നത് ആരാണ്? അവതാരമായി ഗുരു അവതാരമായി
നിഷ്കാമകർമ്മത്തിൽ
നിത്യശാന്തി നിത്യവും ആത്മാവിൽ നൽകിയിടുന്നു നിഷ്കാമകർമ്മത്താൽ നിത്യശാന്തി നിത്യവും ആത്മാവിൽ നൽകിയിടുന്നു അവതാരമായി ഗുരു അവതാരമായി കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി നിത്യശാന്തി തന്നെ നിത്യധനവും നിത്യശാന്തി തന്നെ നിത്യധനവും നിത്യാനന്ദത്തിൽ അങ്ങെത്തും ധനവും നിത്യശാന്തി തന്നെ നിത്യധനവും നിത്യാനന്ദത്തിൽ അങ്ങെത്തും ധനവും അവതാരമായി ഗുരു അവതാരമായി കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി സമ്പൂർണമായും ആത്മലോകത്തെ നിത്യാനന്ദത്തിൽ എത്തിക്കുവാൻ നിത്യാനന്ദ സമ്പൂർണനാണ് അവതാരമായി വന്ന് വാഴുന്നത്. ഇത് സമ്പൂർണമായും അറിയുവാൻ ആത്മാവിന് കരുത്തുണ്ടാകണം. ഇത് ഉണ്ടാവണമെങ്കിൽ ഈ അറിവ് തന്നെ വേണം. ഇപ്പൊ അവതാരം അറിയിക്കുന്ന അറിവ് കൊണ്ട് ആത്മാക്കൾ അവതാര രൂപം കണ്ടു. അല്ലാതെ ഇത് കാണുവാനോ അറിയുവാനോ മറ്റൊരു മാർഗവുമില്ല. ആദരസമന്വിതം ഈ അറിവുകളെ സ്വീകരിച്ച് പരിപാലിക്കുന്നവർക്ക് അല്ലാതെ ഇത് തെളിയുവാൻ ഒരു മാർഗവുമില്ല. ഒരു മാർഗവുമില്ല. എന്തെല്ലാം ഗ്രന്ഥങ്ങൾ വായിച്ചാൽ, ഏതെല്ലാം വിദ്യകൾ അഭ്യസിച്ചാൽ ആത്മാവിനെയോ പരമാത്മാവിനെയോ ദർശിക്കാമെന്ന് ആരും കരുതണ്ട. അത് ലഭ്യമാകണമെങ്കിൽ ഉന്നതമായ ആ സർവജ്ഞാനം തന്നെ ഗ്രഹിക്കണം. ആ സർവജ്ഞാനം ഇതാ ലോകം കൂടാതെ ഈശ്വരൻ പ്രത്യക്ഷമായി ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പലർക്കും കേൾക്കുമ്പോ തോന്നും, ഇതൊക്കെ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളല്ലേ, ഇതിനേക്കാൾ നല്ലതായിട്ട് ഇന്ന സ്വാമി പ്രസംഗിക്കുമല്ലോ, ഇന്ന ആശ്രമത്തിന്റെ മഠാധിപതി ഇതിനേക്കാൾ നല്ല പ്രഭാഷണമാണ്, ഇന്ന സ്ഥലത്തെ ആളുകൾ ഇതിനേക്കാൾ നല്ല പ്രഭാഷണമാണ് എന്നൊക്കെ പലർക്കും പല ചിന്തയുണ്ടാവും. ഈ ചിന്തകൾക്ക് ഒന്നും നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇടം കൊടുക്കാൻ പാടില്ല. എന്താ കാരണം? ഈശ്വരൻ അവതാരമായി വന്ന് പുറപ്പെടുവിക്കുന്ന ഓരോ ശബ്ദങ്ങളും വളരെ വിലയേറിയതാണ്.
വളരെ വിലയേറിയ അത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെതായ ഒരു അറിവിലേക്ക് ആത്മാവ് ഉയർത്തപ്പെടണം. മനസ്സിലാകണമെങ്കിൽ അതിന്റേതായ ഒരു അറിവിലേക്ക് ആത്മാവ് ജന്മാന്തര ഗുണമുള്ളവർക്ക് അത് വളരെ വേഗം മനസ്സിലാകും. ജന്മാന്തര ഗുണമുള്ളവർക്ക് അത് വളരെ വേഗം മനസ്സിലാകും. അല്ലാതെ ഉള്ളവർ അല്ലാതെയുള്ള കർമ്മഫലമായി ആ ജന്മാന്തര ഗുണം ആർജിച്ചാൽ അത് മനസ്സിലാകും. കർമ്മഫലമായ ജന്മാന്തര ഗുണം ആർജിച്ചാൽ അത് മനസ്സിലാകും. ജന്മാന്തര ഗുണ ശ്രേഷ്ഠതകൾ ആത്മാവിൽ വർദ്ധിപ്പിക്കുവാനാണ്, ജന്മാന്തര ഗുണ ശ്രേഷ്ഠതകൾ ആത്മാവിൽ വർദ്ധിപ്പിക്കുവാനാണ്, ജന്മാന്തര ജ്ഞാനം ആത്മാവിലേക്കായി ദാനം ചെയ്യുന്നത്. ജന്മാന്തര ജ്ഞാനം ആത്മാവിലേക്കായി ദാനം അതിനെ പരിപൂർണമായി ഗ്രഹിച്ച് അതിനൊത്ത് ജീവിതം ചെയ്താൽ ഇതെല്ലാം ആത്മാവിൽ സിദ്ധമാകും. അത് പരിപൂർണമായി ഗ്രഹിച്ച് അതിനൊത്ത് ജീവിതം ചെയ്താൽ ഇതെല്ലാം ആത്മാവിൽ സിദ്ധമാകും. കൃത്യമായും സിദ്ധമാകും. കൃത്യമായി സിദ്ധമാകും. ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. തമ്പുരാൻ പറഞ്ഞവളെ കൽപ്പിച്ചു. ഒരു സമയത്ത് 19 വയസ്സ് പ്രായമുള്ള സമയത്ത് 30 വയസ്സ് പ്രായമുള്ള സമയത്ത് വേലു എന്ന യുവാവ് ഇതുവെന്ന യുവാവ് തൊട്ടടുത്ത ഭവനത്തിൽ നിന്ന് കേട്ട ഒരു ശബ്ദം ശ്രവിച്ചുകൊണ്ട് തൊട്ടടുത്ത ഭവനത്തിൽ നിന്ന് കേട്ട ഒരു ശബ്ദം ശ്രവിച്ചു. അവിടേക്ക് ഓടി ചെല്ലുകയാണ്. അവിടേക്ക് ഓടി ചെല്ലുകയാണ്. എന്റെ സ്വാമി കിടക്കുന്ന മുറിയിൽ നിന്നാണല്ലോ ഈ ശബ്ദം കേൾക്കുന്നത്. സ്വാമി കിടക്കുന്ന മുറിയിൽ നിന്നാണല്ലോ ഈ ശബ്ദം അപ്പൊ കേൾക്കുന്നത്. അവിടേക്ക് ഓടിച്ചെന്നു. അവിടേക്ക് ഓടി ചെന്നു. അപ്പോൾ അതികായനായ ഒരു മനുഷ്യൻ അപ്പോൾ അധികായനായ ഒരു മനുഷ്യൻ ആ ഭഗവാനെ പുതപ്പിച്ചിരുന്ന പുതപ്പ് വലിച്ചെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭഗവാനെ പുതപ്പിച്ചിരുന്ന പുതപ്പ് വലിച്ചെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. വളരെ ക്രൂരഭാവത്തോടുകൂടി നിൽക്കുകയാണ്. വളരെ ക്രൂരഭാവത്തോടുകൂടി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് നേരിടാൻ അവിടെ അപ്പോൾ ഉണ്ടായിരുന്നവർക്ക് ആർക്കും ധൈര്യമില്ല. അദ്ദേഹത്തെ നേരിടാൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് ആർക്കും ധൈര്യം. ഭഗവാന് പനി മൂലം അങ്ങനെ വിറപൂണ്ട് കിടക്കുകയാണ്. ഭഗവാന് പരിമൂലം വളരെ വിറവുകൊണ്ട് കിടക്കും. ഇപ്പൊ പകരമൊന്നെടുത്ത് പുതപ്പിക്കാൻ വേറെ പുതപ്പുമില്ല. പകരമൊന്നെടുത്ത് പുതപ്പിക്കാൻ വേറെ പുതപ്പ്. അപ്പൊ ആ സമയത്താണ് വേലു എന്ന യുവാവ് ഓടി ചെല്ലുന്നത്. ആ സമയത്താണ് അപ്പോ ആ പുതപ്പ് ആ ആളിൽ നിന്ന് കവർന്നെടുത്തിട്ട് ആളിൽ നിന്ന് തിരിച്ച് പുതപ്പിച്ചു കൊടുക്കുമ്പോ തിരിച്ച് പുതപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദമുണ്ടായി, ഭഗവാനിൽ നിന്നൊരു ശബ്ദമുണ്ടായി. എന്താണ് ഉണ്ടായത്? എന്തെങ്കിലും ഈ സംസ്കൃത ശ്ലോകം വല്ലതും ആണോ ഉണ്ടായത്? സംസ്കൃത ശ്ലോകമൊന്നുമല്ല പറഞ്ഞത്. സംസ്കൃത ശ്ലോകമൊന്നുമല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? സഹോദരൻ ഈ ചെയ്ത ഉപകാരം ഒരു മരണം വരെയും ഞാൻ മറക്കുകയില്ല. അപ്പൊ അത് കേട്ടുകൊണ്ട് ഈ സ്വാമിയുടെ ഈ കാര്യം എനിക്ക് എന്തിനാ എന്നുള്ള രീതിയിൽ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ അന്ന് ഭഗവാനുമായി ബന്ധമില്ല. അപ്പൊ ആ സമയത്താണ് ഈ കർമ്മം നടന്നത്. ആ സമയത്താണ് ഈ ശബ്ദം കേട്ടത്. അതുമായി വീട്ടിൽ വന്നു. അവിടെ ഇരുന്നപ്പോ വീണ്ടും ചിന്തിക്കുകയാണ്, ഇത്ര ചെറിയൊരു കാര്യം ചെയ്തപ്പോ ഈ സ്വാമി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ ചിന്തിച്ചു വന്നപ്പോ നല്ലവർക്കല്ലേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ആ സ്വാമിയിൽ എന്തോ ഒരു നന്മയുണ്ടല്ലോ. അപ്പൊ വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി, വീണ്ടും കേൾക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ആർത്തി വർദ്ധിച്ചു. വീണ്ടും ചെല്ലാൻ തുടങ്ങി, വീണ്ടും കാണാൻ തുടങ്ങി. ആ ബന്ധം അങ്ങനെ വർദ്ധിച്ചു. എവിടെ വരെ എത്തിച്ചു എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ആ ഹൃദയത്തെ തന്റെ സിംഹാസനമായി വളർത്തി ഉയർത്തിക്കൊണ്ടാണ് ശുഭാനന്ദ ഗുരുദേവൻ അതിൽ വിരാജിച്ചിരുന്നത്. കാരണമായത് എന്താണ്? ആ ശബ്ദമായിരുന്നു. സഹോദരൻ ചെയ്ത ഈ ഉപകാരം ഒരു കാലത്തും മറക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം ആത്മാവിന്റെ കുളിർമയായിരുന്നു. എന്തുകൊണ്ട്? ജന്മാന്തര ഗുണമുള്ള ആത്മാവായിരുന്നത് കൊണ്ടാണ് എന്നുള്ളത് സത്യമാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭഗവാന്റെ ഓരോ ശബ്ദങ്ങൾക്കും ഈ അനുഭവജ്ഞാനം ഉള്ളടക്കമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയല്ല വേണ്ടത്. എന്തു തന്നെ അറിയിച്ചാലും, എന്തു തന്നെ ശബ്ദിച്ചാലും അതിനെല്ലാം പരിപൂർണമായും സ്വീകരിച്ചുകൊണ്ട് ആദര സമന്വിതം അതിനെ പരിപാലിക്കുവാൻ ഓരോ ഹൃദയങ്ങളും തയ്യാറാകുമ്പോൾ അനുഭവ സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ കഴിയില്ലല്ലോ. ഒരിക്കലും
പറയുകയും പലരിൽ ഇത് ആനന്ദമായ അനുഭവമാവുകയൊക്കെ ചെയ്യും. ഞാനിത് കൽപ്പിക്കുകയും പലരിലൊക്കെയും അനുഭവമാക്കുകയും ചെയ്യും. പക്ഷേ ചില ആളുകൾ ഈ തലകുലുക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നതല്ല, ഇതൊന്നും ഒരു അക്ഷരം പോലും സ്വീകരിക്കാത്തവരുണ്ട്. അക്ഷരം പോലും സ്വീകരിക്കാത്തതുകൊണ്ടാണ് തലകുലുക്കുകയും കൈയടിക്കുകയും ചെയ്യും. ഇത് വേണ്ട വിധത്തിൽ അനുസരണ ഉള്ളവർക്കാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. അപ്പോ അനുസരണയുള്ള ഒരു ശിഷ്യനോ ശിക്ഷയ്ക്കോ ഒരു അക്ഷരം പോലും ഇതിൽ നിന്ന് കളയാനുണ്ടാവുകയില്ല, ഉപേക്ഷിക്കാൻ കാണുകയില്ല. എന്തുകൊണ്ട്? അനുഭവജ്ഞാനിയാകുന്ന അനുഭവ ഗുണസ്വരൂപനാകുന്ന ജഗദീശ്വരന്റെ ശബ്ദങ്ങളാണ് ഈ പുറപ്പെടുന്നത് എന്നുള്ള ചിന്തയും അതിനോടുള്ള ശ്രദ്ധയും എപ്പോഴും ഉണ്ടാവും. ആ ശ്രദ്ധയുള്ളവർക്ക് ഒരിക്കലും ഒരു അക്ഷരം പോലും കളയാനില്ല. അല്ലാതുള്ളവർക്ക് ഒരു കൂട്ടർക്കാണെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് മാത്രം സ്വീകരിക്കും. മറ്റൊരു കൂട്ടർക്കാണെങ്കിൽ ഒന്നും ആവശ്യമില്ല, ഇത് ഞങ്ങൾ ഇങ്ങനെ വരുന്നു പ്രാർത്ഥിക്കുന്നു പോകുന്നു, അത് ആ ഒരു രീതിയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട്, ഇനി പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും ആവശ്യമില്ല, ആ രീതിയിൽ കഴിയുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നുമല്ല. എന്തെല്ലാം ശബ്ദങ്ങൾ ഈ പ്രകൃതിയിലേക്ക് പുറപ്പെടുന്നുണ്ടോ എല്ലാം ആത്മാവിന്റെ നിത്യമോക്ഷത്തിന് വേണ്ടി ഉള്ളതാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാൽ ഒരക്ഷരം പോലും നമുക്ക് ഉപേക്ഷിക്കാനില്ല. അങ്ങനെ ഉപേക്ഷിക്കാതെ ഓരോന്നും പെറുക്കി ഹൃദയത്തിൽ സൂക്ഷിച്ച് ഗുണസമ്പൂർണനാകുന്ന ഗുരുവിന്റെ രൂപത്തെ അകതാരിൽ കാണുവാൻ ഭാഗ്യമുള്ളവരായി തീരേണ്ടവരാണ് എന്റെ ശിഷ്യന്മാർ. സൽഗുണ സമ്പൂർണ്ണ രൂപനാണ് ഗുരുരൂപം. ആ സൽഗുണം ആത്മാവിൽ ഭവിച്ചെങ്കിലേ ഗുരുരൂപം കാണുവാൻ കഴിയുള്ളൂ. ഓ ഈ സഹോദരൻ ഈ ചെയ്ത ഉപകാരം മരണം വരെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ആ ശബ്ദത്തിൽ അതിനകത്ത് സാഹിത്യമല്ല, സദ്ഗുണമടങ്ങിയിരുന്നു. സദ്ഗുരുവിന്റെ തിരുശബ്ദമായിരുന്നു. അതാണ് ആത്മാവിൽ ചെന്ന് തട്ടിയത്, അതാണ് ആത്മാവിനെ ഉണർത്തിയത്, ആ ആത്മാവിനെ ഉയർത്തിയത്. എനിക്കുള്ള ധനം എന്റെ ഗുരുവരൻ താൻ, അതിൽ വലുതാൻ എനിക്കൊന്നുമില്ലേ. എനിക്കുള്ള ധനം എന്റെ ഗുരുവരൻ താൻ, അതിൽ വലുതാൻ എനിക്കൊന്നുമില്ലേ. ഈ തീരുമാനത്തോടുകൂടി പ്രപഞ്ചത്തിൽ ജീവിച്ച ഉന്നതനാകുന്ന മഹാപുരുഷനാണ് ഗുരുപ്രസാദ് ഗുരുദേവൻ. ആർക്കും മാതൃകയാക്കാവുന്ന ജീവിതം, നിത്യതാപസനായ ജീവിതം, മഹാബലിയായിരുന്ന ജീവിതം, ഉന്നതനാകുന്ന തപോശ്രേഷ്ഠനെ സിംഹാസനമായി സ്വീകരിച്ചുകൊണ്ട് ശുഭാനന്ദ തപോശക്തി 12 സംവത്സരക്കാലം അത്യുഗ്രമായ വാഴ്ച നടത്തി. ആ അത്യുഗ്രമായ വാഴ്ച നടത്തി. ഉഗ്രമെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ആ കാലത്തും പലർക്കും അത് വേണ്ട വിധത്തിൽ ബോധ്യപ്പെട്ടവരായിരുന്നില്ല. അതുകൊണ്ട് പല കുറവുകളും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാ കാലത്തും ഉള്ളതാണ്. അത് കൂടുതൽ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതെല്ലാം പറയുന്നത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ആവശ്യമില്ലാത്ത ചിന്താബന്ധങ്ങളിലേക്ക് പോയി ഗുരുവിനെ അന്യമായി കണ്ടാൽ ഈ ലോകത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കാനോ രക്ഷിക്കുവാനോ ആരുമില്ലെന്നുള്ള സത്യം നീ മറന്നു പോകരുത്. അങ്ങനെ മറന്നാൽ ആരാണ് പിന്നെ രക്ഷിക്കുന്നത്? എപ്പോഴും അന്ധകാരത്തിൽ തന്നെ ആയിരിക്കും, എപ്പോഴും അജ്ഞാനത്തിൽ തന്നെ ആയിരിക്കും. അറിവ് കേടല്ലാതെ ഒന്നും ആത്മാവിൽ നിന്ന് ഉണ്ടാവുകയില്ല.
ആത്മാവിൽ നിന്ന് ഉണ്ടാവുകയും പലരുടെയും മധ്യത്തിൽ നല്ലവനാണെന്ന് തോന്നിക്കുമെങ്കിലും പലരുടെയും മധ്യത്തിൽ നല്ലവരാണെന്ന് തോന്നിക്കും. ഈ നല്ലവനാണെന്ന് പറയുന്നവരുടെ ഉള്ളിലും ഈ ആളിനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമായിരിക്കും ഉള്ളത്. നല്ലവരാണെന്ന് പറയുന്നവരുടെ ഉള്ളിലും ഈ ആളിനെ കുറിച്ച് മോശമായ അഭിപ്രായം, ചില കാര്യസാധ്യത്തിന് വേണ്ടി ഇന്നാരും നല്ലതാണെന്ന് മുഖത്ത് നോക്കി പറയുമെങ്കിലും നല്ലതാണെന്ന് മുഖത്ത് നോക്കി പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിലോ ഈ ആളെ കൊണ്ട് വലിയ ഉപദ്രവമാണല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ ഈ ആളിനെ കൊണ്ട് വലിയ ഉപദ്രവമാണെന്ന്, എന്നാൽ പുറമേ ചില ദോഷവശങ്ങളൊക്കെ പറഞ്ഞാലും എന്നാലും പുറമേ ചില ദോഷവശങ്ങളൊക്കെ അകമേ ഭയമുണ്ടാക്കുന്ന ജീവിതമാണ് സത്യജീവിതം. അകമേ ഭയമുണ്ടാക്കുന്ന ജീവിതമാണ് സത്യജീവിതം. അത് ആ ജീവിത അനുഭവം കൊണ്ട് തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. ആ ജീവിത അനുഭവം കൊണ്ട് തന്നെ പുറമേ പലരും പറയുമോ മോശക്കാരനാണ്, ബുദ്ധിമുട്ടുള്ളവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. മോശക്കാരനാണ്, ബുദ്ധിമുട്ടുള്ളവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ അകമേ നേരിട്ട് മുട്ടാനൊരു ഭയമായിരിക്കും. അങ്ങനെ അകത്ത് പലതും വെച്ചുകൊണ്ട് പെരുമാറുന്നവർക്ക് പോലും പല വിധത്തിലുള്ള ദുരനുഭവങ്ങൾ ഈ ആളിനെ കൊണ്ടുണ്ടാവും. എങ്ങനെയുണ്ടാവും? ഈ ആള് നേരിട്ടൊന്നും ചെയ്യുന്നതല്ല, പ്രകൃതിയിൽ കൂടി പല ദുരനുഭവങ്ങളും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വയം ചിന്തിക്കും, ഇന്നാരെ പറ്റി ഇന്നതുപോലെ ചിന്തിച്ചത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഉണ്ടായത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ടാകും. നേരിട്ട് മുട്ടാനൊരു ഭയമാണ്. എന്തുകൊണ്ട്? സത്യജീവിതത്തിന്റെ ഫലമാണ്. അപ്പോൾ എപ്പോഴും സത്യമുള്ളവരായി തീർന്നാൽ ബഹുജനങ്ങളുടെ വലിയ ബഹുമാനങ്ങളൊന്നും നമുക്ക് വേണ്ട. മാനാഭിമാനങ്ങൾക്ക് വേണ്ടി ഒന്നും പരിശ്രമിക്കണ്ട. ദൈവം ആ തിരുഹൃദയത്തിൽ അങ്ങനെ ചേർത്ത് വെച്ച് താലോലിക്കും, എപ്പോഴും ഓമനിക്കും. ഒരു പിഞ്ചു പൈതലെ ഏത് വിധത്തിലാണോ മാതാപിതാക്കൾ താലോലിക്കുന്നത്, അതിനേക്കാൾ ഉപരിയായ സ്നേഹത്തിലാണ് ഗുരു ശിഷ്യന്മാരെ താലോലിക്കുന്നത്. അങ്ങനെ താലോലിക്കപ്പെടണമെങ്കിലും പിഞ്ചു ഹൃദയം ഉണ്ടാവണം. പിഞ്ചു ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്കളങ്ക ഹൃദയം എന്നാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണ്? അവരുടെ നിഷ്കളങ്കതയാണ്. ആ നിഷ്കളങ്കതയാണ് ഓരോരുത്തരിലും പ്രതിഫലിക്കേണ്ടതും പ്രകാശിക്കേണ്ടതും. ആ നിഷ്കളങ്കത വരുത്തുവാൻ ഈ നിഷ്കളങ്ക ജ്ഞാനം നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക. അപ്പോ നിഷ്കളങ്ക ജ്ഞാനം ഗ്രഹിച്ച് നിഷ്കാമകർമ്മിയായി ലോകത്തിൽ ജീവിച്ച് ഉന്നതനാകുന്ന ഗുരുവിന്റെ വാസസ്ഥലമായി തീർന്ന് അനേകങ്ങളിൽ നിന്ന് അന്ധകാരം മാറ്റി പ്രകാശിപ്പിച്ച പുണ്യപുരുഷോത്തമന്റെ മകയിരം ജന്മനക്ഷത്രമാണ് നാളെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഇന്നലെ മുതൽ നമ്മൾ ആരംഭിച്ചു. ഇന്ന് നമ്മൾ ജന്മനക്ഷത്ര സ്തുതിയായി നടത്തുന്നു. നാളെ ഉന്നതമായ ആഘോഷമായി പരിണമിക്കുകയാണ്. ഹൃദയങ്ങൾ ഒത്തുചേർന്ന് ജന്മനക്ഷത്ര മഹോത്സവം മനോത്സവമായി അനുഭവപ്പെടുത്തുവാൻ നിങ്ങൾ സ്തുതിക്കുക, തിരുനാമങ്ങൾ സ്തുതിക്കുക. പാപശാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ, പരിശുദ്ധ ഹൃദയമായി പ്രകാശിക്കട്ടെ, പരമാത്മാവ് എഴുന്നള്ളി വാഴുമാറാകട്ടെ. എല്ലാ നേർച്ചകളും, എല്ലാ നന്മ നിറഞ്ഞ സങ്കല്പങ്ങളും, എല്ലാ സ്തുതികളും ഈശ്വരൻ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വാഴുമാറാകട്ടെ. ഉന്നതമായ ഈ ജന്മനക്ഷത്ര മഹോത്സവത്തിൽ അത്യപൂർവമായ ഒരു നേർച്ച ഞാൻ സ്വീകരിച്ചു. ശരീരപ്രകാരം എന്റെ മാതാപിതാക്കൾക്ക് താമസിക്കുവാൻ വേണ്ടി ഒരു ഭവനം എന്റെ 3-4 ഭക്തജനങ്ങൾ ചേർന്ന് നിർമ്മിച്ച് അതിന്റെ താക്കോൽ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതുവരെ ഈ ആദർശത്തിൽ സംഭവിക്കാത്ത വിധത്തിലുള്ള ഒരു നേർച്ചയാണത്. വിലപിടിപ്പുള്ള പല സാധനങ്ങളും നേർച്ചയായി സ്വീകരിച്ചിട്ടുണ്ട്. വസ്തുവകകൾ സ്വീകരിച്ചിട്ടുണ്ട്, വാഹനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, കിരീടം സ്വീകരിച്ചിട്ടുണ്ട്. പല നേർച്ചകളും, വിലപിടിപ്പുള്ള പല നേർച്ചകളും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു നേർച്ച ഇതുവരെ ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. അത് ഈ ജന്മനക്ഷത്രത്തിന്റെ ഏറ്റവും അത്യപൂർവമായ ഒരു സവിശേഷതയായി കണക്കാക്കുന്നവരൊന്ന് കൈയടിച്ചു കേട്ടാക്കണം. അതിനുവേണ്ടി പ്രയത്നിച്ചതും അതിനുവേണ്ടി ധനം മുടക്കിയവരുമായ എന്റെ ഓമന സന്താനങ്ങളെ എപ്പോഴും
എപ്പോഴും തിരുഹൃദയത്തിൽ കരുതി സൂക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ആ ഭവനത്തിൽ ജീവിക്കുവാനുള്ള മാതാപിതാക്കളും കുഞ്ഞുങ്ങളും സന്തോഷവാന്മാരായി ആരോഗ്യവാന്മാരായി എപ്പോഴും ആദർശധീരരായി ജീവിതം ചെയ്യുവാൻ വേണ്ട സാഹചര്യം എല്ലാം ഈശ്വരകാരുണ്യത്താൽ അവിടെ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ലഭിക്കുമ്പോ സാധാരണക്കാർക്ക് പെട്ടെന്ന് അവിവേകവും അറിവുകേടും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മുഖാന്തരം അഹങ്കാരം ഉണ്ടാവാനിടയുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഈശ്വരന്റെ കാരുണ്യത്താൽ ഉണ്ടായതാണെന്നുള്ള ഓർമ്മയോടുകൂടി ജീവിതം ചെയ്യുവാൻ, എപ്പോഴും നന്ദിയോടുകൂടി ജീവിതം ചെയ്യുവാൻ സർവശക്തി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ പ്രാർത്ഥനാപൂർവം ചെയ്യുന്ന ഒരു കർമ്മങ്ങളും ഇതുവരെയും പാഴായി പോയിട്ടില്ല. ഇവിടെ എന്ത് കർമ്മം നടക്കുമ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും അതിനുവേണ്ടി നിങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിധത്തിലാണ് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു നിസാരമായ ഒരു കാര്യം മുന്നിൽ വന്നാൽ പോലും അതെടുത്ത് മുന്നിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചിട്ടേ അത് ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വരികയും കൂടുതൽ കൂടുതൽ ജനങ്ങൾ വർദ്ധിക്കുകയും ആ സമയം വളരെ കുറവായി പോവുകയും ചെയ്യുമ്പോൾ ഒന്നിച്ച് ആരാധനാവേദിയിലോ അല്ലെങ്കിൽ അകത്തോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വന്ന സാധനങ്ങളെയും നേർച്ചകളെയും എല്ലാം സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴത്തെ പതിവ്. എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്വീകരിക്കുന്നതും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതും? അതിന്റെ പാപങ്ങളൊന്നും മനുഷ്യാത്മാക്കളിലേക്ക് പകരാതിരിക്കുവാൻ വേണ്ടിയാണ്. ആ പാപം പരിഹരിച്ചു കിട്ടുന്ന ധനമാണ് ഈ വരുന്ന ഓരോന്നും. അതിൽ പാപം കലർന്നിട്ടുണ്ട്. ആ ദർശനവും സ്പർശനവും കൊണ്ടാണ് ഈ പാപത്തെ ഒഴിവാക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഈ പ്രാർത്ഥനയുടെയും ഈ കർമ്മങ്ങളുടെയും ഒക്കെ ഫലം മനസ്സിലാവും. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ജീവിതം ചെയ്യണം. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ആത്മദീപത്തോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടു. മറ്റൊന്നുമല്ല, കുറച്ച് ഉണക്കക്കപ്പ ഇവിടെ വന്നിരിപ്പുണ്ട്. ഞാൻ തന്നെയാണ് അത് അകത്തേക്ക് കൊടുത്തു വിട്ടത്. അപ്പൊ ഈ തിരക്കേറിയ സമയത്ത് അതൊക്കെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ എങ്കിലും വീണ്ടും ഓർമ്മിപ്പിച്ചു, ഇന്ന് എടുക്കാനല്ല, 2 ദിവസം കഴിഞ്ഞ് അത് ഇച്ചിരി എടുക്കണം. കാരണം അത് കഴിക്കണമെന്നുള്ള ആഗ്രഹം കൂടുതലുള്ളത് കൊണ്ടല്ല. അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് വലിയ ആഗ്രഹവും ഇല്ല. പക്ഷേ ഒരു കാലത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന എന്റെ ഓമന സന്താനങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പലരുമുണ്ട്. അവരൊക്കെയും പറയാറുണ്ട്, അല്പം ഉണക്കക്കപ്പയെങ്കിലും ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് അപ്പോ എന്ത് ചെയ്യും? ആ കപ്പ അല്പം വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങും. അതിനകത്ത് മഞ്ഞളോ ഉപ്പോ തേങ്ങയോ ഒന്നും ചേർക്കാനില്ല. ഉപ്പ് കാണും, ഒരു അല്പം ഉപ്പ് അതിന്റെ മുകളിൽ കൂടെ ഒന്ന് കുടഞ്ഞു കൊടുക്കും. ഉപ്പേരി തിന്നുന്ന പോലെ ഇതിങ്ങനെ പറക്കി പറക്കി തിന്നും. ഒരു ദിവസത്തെ ആഹാരമാണ്. ഈ ആശ്രമം പണിയൊക്കെ നടക്കുന്ന സമയത്ത് എന്റെ സന്താനങ്ങൾക്ക് ഞാൻ കൊടുത്ത ഭക്ഷണമാണ്. അത് ചിന്തിക്കുമ്പോൾ അതിനോടൊരു ബന്ധം. അതുകൊണ്ടാണ് അല്പം അത് വേണമെന്ന് ആവശ്യപ്പെട്ടത്. അല്ലാതെ തിന്നാനുള്ള കൊതി കൊണ്ടല്ല. ഈ ബന്ധം ഉള്ളിലിരിക്കുകയാണ്. ഒരു സമയത്ത് എന്റെ സന്താനങ്ങളെ നിലനിർത്തിയത് ആ സാധനം കൊണ്ടാണ്. അങ്ങനെ ഒന്നുമില്ലാത്ത ഈ സന്നിധിയിൽ എല്ലാം ഉളവാക്കി തന്നു ദൈവം. ദൈവമേ, അങ്ങയെ കാരുണ്യമോർക്കുമ്പോൾ കണ്ണുനീരോടെ സ്തുതിച്ചിടുന്നേ.
എന്തെല്ലാം വളർന്നു എന്ന് പറഞ്ഞാലും, ഓടാനുകൂടി സ്വത്തുണ്ടായെന്ന് പറഞ്ഞാലും, ഈ പ്രപഞ്ചം മുഴുവൻ ആത്മബോധോദയ സംഘത്തിന്റെ പേരിൽ എഴുതി വാങ്ങിയാലും, ഈ കഷ്ടതയും പട്ടിണിയും ഇതൊന്നും ആരും മറന്നുകൂടാ. ത്യാഗകർമ്മത്തെ ഒരു കാലത്തും മറന്നുകൂടാ. ഇന്നലെ ഒരു ഭക്തൻ പറഞ്ഞു, അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഒരാൾ ഒരു 5 കിലോ അരി കൊണ്ടുവന്ന് എന്റെ കയ്യിലോട്ട് തന്നു. അപ്പൊ അത് കണ്ടപ്പോ അദ്ദേഹത്തിനുണ്ടായ ഒരു ദണ്ണം, ഈ അരിയൊക്കെ കൊണ്ടുവന്ന് ഭഗവാന്റെ കൈ പിടിപ്പിക്കുവാണോ? ഒരു പിടി അരി എടുക്കാൻ എത്രത്തോളം കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ട്. ഞാൻ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. കാരണം ഓരോന്നും ഈശ്വരന്റെ കർമ്മഫലമായി ലഭിക്കുന്നതാണ്. പ്രേരായി വന്നു പരിഹാസം കേട്ടു, പരിശ്രമിച്ചതിൻ ഫലം അനുഭവിക്കുന്നു. അറിവുള്ള, ഭക്തിയുള്ള, വിനയമുള്ള, അനുസരണയുള്ള എന്റെ ഭക്തന്മാരാരും ഇതൊന്നും മറന്നുകൂടാ. അവർ മറക്കുകയില്ല. ഇങ്ങനെ മറക്കാതെ ഭക്തിയോടും നന്ദിയോടും കൂടി ജീവിക്കുന്നവർക്ക് എന്നാളും അനുഭവിക്കുവാനുള്ളതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യം വരുന്നുവോ അതെല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊള്ളും. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ട. നിങ്ങൾ സത്യമായി ജീവിതം ചെയ്യുക. ഗുരുവിനെ പരിശോധിക്കുവാനും ഗുരുവിനെ വിമർശിക്കുവാനും തയ്യാറാകാതെ, ഗുരുവിനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സത്യജീവിതം ചെയ്തു കൊള്ളുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈശ്വരൻ ഒരുക്കിയിട്ടുണ്ട്. എപ്പോഴാവശ്യമുണ്ടോ അപ്പോഴത് എത്തിയിരിക്കും. നിങ്ങൾ ഒന്നും കരുതണ്ട. ആ കരുതലൊന്നും നിലനിൽക്കുന്നതല്ല. എല്ലാം കരുതുവാൻ എല്ലാത്തിലുമായി എല്ലാവർക്കുമായി ഈശ്വരൻ ഇതാ പ്രത്യക്ഷമായി വാഴുകയാണ്. അങ്ങനെ അകവും പുറവും വാഴുന്ന ആ സർവേശ്വര ശക്തിയെ സ്തുതിച്ചും ആരാധിച്ചും ജീവിതം ചെയ്യുന്നവർക്ക് 2 കൈ നീട്ടി അങ്ങ് യാചിച്ചാൽ മാത്രം മതി, എല്ലാം താൻ ദാനം ചെയ്തുകൊള്ളും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ഒരുക്കി തന്നുകൊള്ളും. അങ്ങനെയെല്ലാം ഒരുക്കിക്കൊണ്ട് മഹാശക്തി ഇതാ ഉന്നതമായ ഒരു മഹാഗോപുരം ഉയർത്തുകയാണ്. അതിന്റെ ആരംഭ ദശയിൽ ഏത് പ്രകാരത്തിൽ നിർവഹിക്കും? എത്ര കോടി രൂപയാകും? ആരെ കൊണ്ട് നിവൃത്തിയാക്കും? എന്നൊക്കെ വളരെയേറെ ആകുലതകൾ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവശബ്ദമല്ലേ, നിവൃത്തിയാക്കണമല്ലോ എന്നുള്ള തീരുമാനത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ അതിന് വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ഒരുക്കി. പല തീരുമാനങ്ങളും മുൻപേ എടുത്തിരുന്നു. അതിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പല തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. ആ ബാഹ്യമായി കരുതുന്ന കരുതലല്ല, ആന്തരികമായി ഈശ്വരൻ കരുതുന്ന കരുതൽ. അങ്ങനെ ആന്തരികമായി ഈശ്വരൻ കരുതിയിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിനോട് എതിർക്കുവാനോ വെറുക്കുവാനോ ശ്രമിച്ചാൽ അവരൊക്കെ ഈയാമ്പാറ്റുകളെ പോലെ ഭസ്മീകരിക്കപ്പെടുകയുള്ളൂ. വെറുക്കുവാനോ അഗ്നി ഇങ്ങനെ ഉയർന്നു പൊങ്ങുമ്പോ ഈയാമ്പാറ്റുകൾ അതിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു ചെല്ലും. അതിന്റെ അവസ്ഥ എന്താണ്? ചിറക് കരിഞ്ഞ് അതിനുള്ളിൽ തന്നെ വീണ് വെന്ത് നശിച്ചു പോകും. ഒന്നും അവശേഷിക്കില്ല, ഭസ്മം പോലും കിട്ടുകയില്ല. ആ വിധത്തിലായി പോകും. അതുകൊണ്ട് ഇതിനോട് എതിർക്കുന്നവരെല്ലാം ഈ വിധത്തിൽ അങ്ങ് അസ്തമിച്ചു പോവുകയുള്ളൂ. ആരെല്ലാം ഒത്തുനിന്ന് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉന്നതമായ മഹാഭാഗ്യം ഉണ്ടാകും. ഒത്തുനിന്ന് പ്രവർത്തിക്കുന്നവരെല്ലാം ഇതിൽ നിന്ന് അല്പാൽപമായി എടുത്ത് അവരവരുടെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും.
എടുത്ത് അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അതിനുള്ള ഊർജവും പ്രകാശവും ചൂടും എല്ലാം അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ ഊർജ്ജസ്വലരായി നിന്നവർ ആ പ്രവർത്തനങ്ങൾ ഏർപ്പെടും. ഇങ്ങനെ ഏവർക്കും ഏതിനും ആശ്വാസം നൽകുവാൻ അവതാരമായി വന്ന ഗുരുവാണ് ഇത് കർമ്മിക്കുന്നതെന്ന് പൂർണ്ണബോധ്യമുള്ളവരൊന്ന് കൈവരുത്തി കണ്ടാൽ. അങ്ങനെയുള്ളവർക്ക് ഒന്നിലും ഒരു സന്ദേഹവും ആവശ്യമില്ല. ഇതുവരെ എത്തിക്കാമെങ്കിൽ ബാക്കി എത്തിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അത് ഈശ്വരൻ അങ്ങ് നടത്തും. അതിന് വേണ്ടതെല്ലാം ഇതാ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നതമായെല്ലാം പൂർത്തീകരിക്കപ്പെടട്ടെ. ഉന്നതമായ ഒരു ഹൃദയത്തെ ഇതിന്റെ പരിപൂർണ രൂപത്തെ പ്രകാശിപ്പിക്കുവാൻ തക്ക വിധത്തിൽ കാലിന് ബലമില്ലാത്ത ഒരാളുടെ തലയിൽ എന്തെങ്കിലും എടുത്തു വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ഭാരം വെച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പൊ അതിന് തക്ക ജന്മാന്തര സുഹൃതമുള്ള, ജന്മാന്തര ഗുണമുള്ള, ആത്മവീര്യമുള്ള ഒരു ഹൃദയത്തെ അതിനുവേണ്ടി കണ്ടുപിടിച്ച് ഈശ്വരൻ അതിനുള്ളിലേക്ക് ഇത് പ്രകാശിപ്പിച്ച് ശില്പികൾക്ക് മനസ്സിലാകത്തക്ക വിധം ഇതിനെ അവതരിപ്പിച്ച് ആ വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ആത്മദീപം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ആ വിധത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈശ്വരൻ നിലനിർത്തിയിരിക്കുമ്പോ സർവശക്തി തന്നെ സർവ്വതും കരുതുന്നു. ആയുരാരോഗ്യത്തോടെ എന്നും കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെയും എല്ലാം നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗം പൂർത്തീകരിച്ച് കാണുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജന്മനക്ഷത്ര സ്തുതി അത്യനുഗ്രഹമായി ശനിയാഴ്ച അതിന്റെ സമാപനം വരെയും നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ സമാധി ദിനാചരണം ഭക്തിസമന്വിതമായി വരുന്ന 21-ാം തീയതി നടത്തപ്പെടുകയാണ്. എല്ലാവരും വ്രതാനുഷ്ഠാനത്തോടുകൂടി തന്നെ അതിൽ പങ്കെടുക്കുക. ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആ വാഴ്ചയെയും അതിൽ നിന്ന് അനുഭവമായ മഹാഭാഗ്യങ്ങളെയും അറിവുകളെയും ചിന്തിച്ചുകൊണ്ട് ആ ദിവസം വ്രതത്തോടുകൂടി കഴിഞ്ഞുകൂടുക. അത് കഴിഞ്ഞാൽ 23-ാം തീയതി പൂരാടൻ ജന്മനക്ഷത്രമാണ്. എല്ലാവരും ഒത്തുചേർന്ന ജന്മദിനം ആഘോഷിക്കുക. അത് കഴിഞ്ഞാൽ മഹാപൂരം വരികയാണ്. എല്ലാം ഒന്നിനൊന്നുപരിയായി നടത്തപ്പെടുവാൻ എല്ലാം ഒരുക്കി തരണമേ എന്ന് എല്ലാവരും ഉറ്റു പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ എല്ലാം ഒരുക്കി തരും. എല്ലാവർക്കും വന്നു ചേരാനുള്ള സാഹചര്യം ഒരുങ്ങും. അതിനുള്ള ധനമൊരുങ്ങും. അതിനുള്ള ലീവ് ലഭിക്കും. എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങും. അങ്ങനെ ഒരുക്കപ്പെടട്ടെ. സർവ്വതും ആനന്ദമാകട്ടെ. ഈ സ്തുതിയിൽ ഇടപെടുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാനിത് ആദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളെല്ലാം ഈശ്വരൻ സ്വീകരിക്കത്തക്കതായി വരട്ടെ. നന്മ നിറഞ്ഞ സങ്കല്പങ്ങളെ ഈശ്വര മുമ്പാകെ വെച്ച് പ്രാർത്ഥിക്കാവൂ. മറ്റൊരാളിന് ദ്രോഹം വരുന്ന സങ്കല്പങ്ങൾ ചെയ്യരുത്. ഒരു കാരണവശാലും അത് ചെയ്യരുത്. അത് നിങ്ങളുടെ ജന്മത്തിന് പോലും നാശമാണ്. അതുകൊണ്ട് നല്ല സങ്കല്പങ്ങൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാകാലമാണ്. എപ്പോഴും ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാരണം വളരെയേറെ അക്രമങ്ങൾ വർദ്ധിച്ച കാലയളവാണിത്. സൽബുദ്ധികളായി ധർമ്മബോധികളായി ഉന്നത വിജയം കരസ്ഥമാക്കുന്നവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാം ഈശ്വരൻ ആളാം പ്രതി ദർശിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ കുലത്തെ ഇത്ര താഴ്ത്തിയതാരാ? എന്റെ കുലത്തെ ഇത്ര താഴ്ത്തിയതാരാ? എന്റെ കുലത്തെ ഇത്ര താഴ്ത്തിയതാരാ? എന്റെ കുലത്തെ ഇത്ര താഴ്ത്തിയതാരാ? താണവരാണെന്നുള്ളതിനാരു പറഞ്ഞു? താണവരാണെന്നുള്ള